Hello friends, Hi Kitchen Recipes in മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കി വരുന്ന ബീഫ് കട്ട്ലേറ്റ് റെസിപ്പിയാണ്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബീഫ് കട്ട്ലേറ്റ് നമുക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കാൻ പറ്റും. മിൻസ്ഡ് ബീഫ് വെച്ചിട്ടും തയ്യാറാക്കാൻ പറ്റും. ഇന്ന് ഞാൻ കാണിക്കുന്ന രീതിയിലും തയ്യാറാക്കാൻ പറ്റും. ഇത് രണ്ടിനും രണ്ട് ടേസ്റ്റാണ്, രണ്ടും വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ മിൻസ്ഡ് ബീഫ് വെച്ച് തയ്യാറാക്കുന്ന ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി മറ്റൊരു ദിവസം ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. ഈ ഒരു റെസിപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതിൽ ചേർക്കുന്ന കറിവേപ്പിലൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. നമുക്ക് കണ്ടു നോക്കാം റെസിപ്പി. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ 550 ഗ്രാം ബീഫ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറുതാക്കിയിട്ടില്ല, കാരണം വെന്തതിന് ശേഷം എന്തായാലും നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ട്ലറ്റിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6-7 ചുവന്നുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചുവന്നുള്ളി ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. സവോളയാണെങ്കിൽ ഒരു 1/2 കഷ്ണം സവോള ചേർത്താലും മതി. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ബീഫിൽ നിന്നും വേവിച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ഇതിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വിസിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ചിരിക്കും കുക്കിംഗ് ടൈം. ഇപ്പോൾ എനിക്കൊരു 10-12 വിസിലെടുത്തായിരുന്നു. ചിലവർക്ക് അതിൽ കൂടുതലെടുക്കും, ചിലപ്പോൾ അതിൽ കുറവെടുക്കും. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കുക ബീഫ്. വളരെ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള 3 മീഡിയം സൈസ് പൊട്ടാറ്റോ ആണിത്. ഇത് ചൂടോട് കൂടി വേണം മാഷ് ചെയ്തെടുക്കാനായിട്ട്. ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര എളുപ്പത്തിൽ പൊടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചൂടോടുകൂടി പൊടിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കട്ട്ലേറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ വളരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം എങ്ങാനും തോന്നുവാണെങ്കിൽ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് വലിച്ചെടുക്കണം. ഒട്ടുപോലും വെള്ളത്തിൻ്റെ അംശം പാടില്ല. അതിനുശേഷം ഇതിനെ ഒന്ന് തണുപ്പിക്കണം. തണുപ്പിച്ചതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് 2-3 പ്രാവശ്യമായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഒരുപാട് സമയമിട്ട് പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളിതിൽ ചേർത്തിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും അതും കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അതിനെ മാറ്റി വെക്കുകയാണെങ്കിൽ കട്ട്ലറ്റിന് അത്രയ്ക്കും ടേസ്റ്റ് കാണില്ല. നല്ലൊരു ബീഫ് കട്ട്ലേറ്റിൻ്റെ ലക്ഷണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ പോകരുത്, ഇതിനെ കടിക്കാൻ കിട്ടരുത് ഒരുപാട്. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ അരഞ്ഞിട്ടുണ്ടാവണം. എന്നാൽ ഒരുപാട് പേസ്റ്റ് പോലെ ആവാനും പാടില്ല. ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 5 പച്ചമുളകാണ് ചെറുതാക്കി അരിഞ്ഞിട്ടത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ട്ലറ്റിന് എപ്പോഴും കുറച്ച് എരിവ് മുന്നിട്ട് നിൽക്കുന്നതാണ് ടേസ്റ്റ് ഉള്ളത്. ഞാനിവിടെ 2 മീഡിയം സൈസ്ഡ് സവോള ചെറുതാക്കി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവോള ഏകദേശം ഒരു പിങ്ക് കളറായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതലാണ് ഇതിലോട്ട് ചേർക്കേണ്ടത്. 2.25 ടീസ്പൂൺ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഗരം മസാല എടുത്തതിനേലും കുറവ് മല്ലിപ്പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബീഫ് കട്ട്ലേറ്റിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് വരുന്നത് ഒരു പ്രത്യേക രുചിയാണ്. ഞാനിതിൽ കാണിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കുന്നത് നല്ലതായിരിക്കും. തീ ഒരുപാട് കൂട്ടി വെക്കരുത്, കാരണം പൊടികളൊക്കെ നമ്മൾ ചേർത്തല്ല, ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ മിക്സ് ചെയ്തെടുക്കാൻ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ പൊടികളുടെയും പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്കിതിനെ മിക്സ് ചെയ്യാനായിട്ട്. ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉപ്പ് കൂടി പോകാണ്ട് നോക്കണം. അതനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള ബീഫിൻ്റെ കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം.
നേരത്തെ വേവിച്ചുടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് ചൂടാറി കിട്ടും. ചൂടാറിയതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കിയ കൈകൾ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പം ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവ് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ കട്ട്ലേറ്റിൻ്റെ പ്രത്യേകതയാണ് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും ചേർക്കുന്നത്. നമ്മൾ സാധാരണ കറിവേപ്പിലയും മല്ലിയിലയൊക്കെ വഴറ്റുന്ന സമയത്താണ് ചേർക്കാറുള്ളത്. പക്ഷേ വഴറ്റുമ്പോൾ ചേർക്കുമ്പം അതിനൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഫ്രഷ് ആയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോഴായിരിക്കും നമ്മുടെ കട്ട്ലേറ്റിന് നല്ല സ്മെല്ല് കിട്ടുക. കറിവേപ്പില എപ്പോഴും ഒരു ഇല എടുത്തിട്ട് 2-3 ആയിട്ട് കീറിയിട്ട് വേണം കൊടുക്കാനായിട്ട്. പിന്നെ മല്ലിയിലയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് മല്ലിയില ചേർക്കാണ്ട് കൂടുതൽ കറിവേപ്പില തന്നെ ഉപയോഗിച്ചാലും മതി. റെഡി ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ബ്രെഡ് ക്രംസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിന് പകരം ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് സ്ലൈസസും മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താലും മതി. പിന്നെ ഞാനിവിടെ 2 മുട്ടയുടെ വെള്ളയാണ് ഉപയോഗിക്കുന്നത്. മുഴുവൻ മുട്ട വേണമെങ്കിലും ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ മുക്കിയെടുത്ത് വറുക്കുന്ന കട്ട്ലേറ്റ് ചിലപ്പോൾ ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ പതഞ്ഞ് വരുന്ന പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കട്ട്ലറ്റ് വറുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് വേണം ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. ഈ ഒരു അളവിന് 21 മീഡിയം സൈസ് കട്ട്ലേറ്റ്സ് ആണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് മുട്ടയുടെ വെള്ളയിൽ മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ട് തിരിച്ചും മറിച്ചും സൈഡിലും ആക്കി മുക്കിയെടുക്കാം. എന്നിട്ട് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിനെ നമുക്ക് 2-3 ബാച്ചുകളായിട്ട് ഫ്രീസർ പ്രൂഫ് സിപ്ലോക്ക് ബാഗ്സിലോ ചില്ല് പാത്രങ്ങളിലോ ഇട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാനും പറ്റും. അപ്പോൾ ആവശ്യത്തിന് വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കട്ട്ലേറ്റ്സ് ഫ്രീസറിൽ തന്നെ വേണം സൂക്ഷിക്കാനായിട്ട്. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് കട്ട്ലേറ്റുകൾ വറുത്തെടുക്കാൻ തുടങ്ങാം. ഒരുപാട് കട്ട്ലേറ്റുകൾ ഒരേ സമയം വറുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെ ഇട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ എണ്ണ ഒരുപാട് ചൂടുണ്ടെങ്കിലും കട്ട്ലേറ്റ് ഇടുന്ന ആ സമയത്ത് തന്നെ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തീരെ ചൂട് കുറവുള്ള എണ്ണയാണെങ്കിൽ കട്ട്ലേറ്റിൽ എണ്ണ കുടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കട്ട്ലേറ്റ് വറുക്കുമ്പം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കട്ട്ലേറ്റ് വറുത്തെടുക്കാനായിട്ട്. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു പേപ്പർ ടവലിലോട്ട് മാറ്റി വയ്ക്കാം. സവോള നേരിയതാക്കി അരിഞ്ഞതിന് ശേഷം കുറച്ച് പച്ചമുളകും ഉപ്പും വിനീഗറും കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്പി എടുത്തിട്ടുള്ള ഒരു നല്ലൊരു സാലഡാണ് ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്